ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പാറുക്കുട്ടിക്ക് സുഖമില്ലാണ്ട് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകാൻ പോവുകയാണ്. പാറൂസിന് പനി, ഛർദി, വയറിളക്കമൊക്കെ ആയിട്ട് ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടാണ് ഉള്ളത്. ആരുമില്ല, ഏട്ടനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മുകളിലത്തെ നിലയാണ് കേട്ടോ. നമ്മൾ വാർഡുള്ളത് ഫസ്റ്റ് ഫ്ലോറ്, 1ാം നില. ഇവിടെയാണ്. ഇവിടെ നമുക്ക് നിസ്കാര മുറി കാണാൻ പറ്റും. റൂം എടുത്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് റൂം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വാർഡിലേക്കാണുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ വാർഡ്. ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല. ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ പാറുക്കുട്ടി സൂചിയെല്ലാം വെച്ച് ആകെ ടയേർഡായിട്ട് ഉറങ്ങലാണ് കേട്ടോ. ഉറക്കത്തിലാണ്. ഇതൊക്കെ വീട്ടിൽ നിന്ന് ആ സമയത്ത് കിട്ടിയ പാട് എടുത്തു പോകാൻ സംഭവങ്ങളായിട്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാനും മോള് മാത്രമാണ് കേട്ടോ ഉള്ളത്. നമ്മൾ മിഞ്ഞാന്ന് ആണ് ഇവിടെ അഡ്മിറ്റ് ആയത്. മിഞ്ഞാന്ന് ഏകദേശം ഒരു 5 മണി, വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ അഡ്മിറ്റായി. മക്കളെയൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അച്ഛൻ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടി എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ദേശാടനടി ഇല്ല, ഏട്ടൻ അമ്പലത്തിലുള്ളത്. പിന്നെ വണ്ടി കൂട്ടി ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് അങ്ങനെ 3ാമത്തെ ദിവസമായത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടാനൊന്നും പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലായിട്ടുള്ളത്. ഫോണിന് ക്ലാരിറ്റി കുറവുണ്ടാവും. കാരണം സാധാരണ വീഡിയോ എടുക്കുന്ന പുതിയ ഫോൺ എടുക്കാൻ പറ്റില്ല. തിരക്കിൻ്റെ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട്, ഞാൻ ഉച്ചക്ക് ആണ് ഇവിടെ വന്ന് ഡോക്ടറെ കാണിക്കുന്നത്. 3-4 ദിവസം മുന്നേ കാണിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല. അപ്പോൾ ഡോക്ടറെ വന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന് ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ 4 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും അഡ്മിറ്റ് ആയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനായി. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയമായി, ഏട്ടനടി ഇല്ല, കുട്ടികളെ എന്താ ചെയ്യുക, മോനാണെങ്കിൽ മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, മോൻ്റെ സ്കൂൾ കട്ടാക്കേണ്ടി വരുമല്ലോ എന്നെല്ലാം വിചാരിച്ച് ടെൻഷൻ അടിക്കുകയായിരുന്നു. പക്ഷെ സ്കൂൾ കട്ടാക്കേണ്ടി വരും. 2-3 ദിവസം എന്തായാലും സ്കൂൾ പോകാൻ പറ്റില്ല. അങ്ങനെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ വന്നു, കുട്ടികളെല്ലാം കൂട്ടി പോയി. പിന്നെ വേഗം ഞാനും മോൾക്ക് വേണ്ടുന്നതെല്ലാം എടുത്തു, എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. കാരണം 4 മണിക്കുള്ളിൽ ഇവിടെ വന്ന് അഡ്മിറ്റ് ആകാനാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ 5:30 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗമായിരുന്നു, സ്പീഡിൽ വേഗം കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഇവിടെയാണ്. ഇതാണ് പാറുക്കുട്ടീൻ്റെ ഗ്ലൂക്കോസ്. ഓളം ഉറങ്ങുമ്പോൾ ഇടയ്ക്കിടെ ഇടും. ഇപ്പോൾ ഇട്ടിട്ടില്ല. രാത്രിയാകുമ്പോൾ നേഴ്സ് വന്ന് മരുന്നൊക്കെ കൊടുത്ത് ഡ്രിപ്പ് ഇടുക ചെയ്യുക. ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇതാ പാറുക്കുട്ടി എണീച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ. ഓൾ ഇന്ന് ഡിസ്ചാർജായി പോയി. അപ്പോൾ ഇന്ന് ഫുൾ മൂഡ് ഓഫ് ആയിരിക്കും. ആരുമില്ല, ഒറ്റക്കാണ് ഞാനും പാറുക്കുട്ടിയും. പാറുക്കുട്ടീനെ കൈയെല്ലാം കണ്ട ഗൈസ് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര ക്ഷീണമുണ്ട്. കുറച്ച് നേരം ഉറങ്ങും, കുറച്ച് കഴിയുമ്പോൾ എണീക്കും. ഓക്കെ, ഹായ് പറഞ്ഞ, ഹായ് ഹായ് ഹായ്. രാത്രി മുഴുവൻ പാറുക്കുട്ടീനെ എടുത്ത് ഇങ്ങനെ നടക്കലാണ് കേട്ടോ. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. കിടന്നുറങ്ങൂല. ഭയങ്കര കൊതുക് ശല്യം ഉണ്ട് ഇവിടെ. അപ്പോൾ സ്ഥലം മാറിയോണ്ടൊക്കെ ആയിട്ട് എനക്കും ഉറക്കില്ല പൈസ. ആശുപത്രി വന്നിട്ട് എല്ലാവരും ഫോണിൽ കളിക്കൽ തന്നെ കേട്ടോ. ആർക്കും ഉറക്കില്ല. കാരണം നമ്മളെ വീടൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ വല്ലാത്ത ഇത് തന്നെ. ആശുപത്രി വാസം ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ഒറ്റക്കായതുകൊണ്ട് ജയിച്ചേട്ടൻ രാത്രി തന്നെ വേഗം വന്ന്, അവിടെ വലിയ ഏട്ടൻ പോയിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് വേഗം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ പാറുക്കുട്ടീനെ എടുത്ത് പുറത്തെല്ലാം ഇറങ്ങലാണ് നമ്മൾ. പിന്നെ ചായ കുടിക്കേണ്ട സമയമായതുകൊണ്ട് നമ്മൾ അടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. തട്ടുകടയിൽ നമ്മൾ വിചാരിച്ച കടികളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ തന്നെ കയറലാണ്. ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പൊറോട്ട, പിന്നെ ഞാനെന്താ പഴംപൊരിയൊക്കെ പറഞ്ഞു. ചായ കുടിച്ചിറങ്ങി. ഇങ്ങനെ മുറ്റത്തും അവിടെയും ഇവിടെയും നിന്നിട്ട് സമയം കളയൽ തന്നെ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ റേഞ്ച് ഇല്ല, അതുകൊണ്ട് പുറത്ത് മുറ്റത്തൊക്കെ നിൽക്കൽ തന്നെയാണ് പണി. കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികളെക്കാളും കൂടുതൽ ക്ഷീണം അമ്മമാർക്കായിരിക്കും. കാരണം അവർ കയ്യൊന്നും താഴ്ക്കൂല, ഇങ്ങനെ തന്നെ നമ്മളെടുത്ത് നടക്കണം. അപ്പോൾ ഞാനും ആകെ ക്ഷീണം പിടിച്ചിട്ടുള്ളത്.
അങ്ങനെ പാറക്കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സിസ്റ്റർമാർ വന്ന് നമ്മൾ ബെഡ്ഷീറ്റെല്ലാം മാറ്റി. ഈ സിസ്റ്റർമാർ രണ്ടാളും പാറക്കുട്ടീൻ്റെ മെയിനാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇവളെ തിരിച്ച് ഇഷ്ടമാണ്, നല്ല കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവർ നല്ല ഫ്രണ്ട്സാണ്. നമുക്കറിയാം, നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ മാലാഖമാരുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം, എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറക്കും. അതുപോലെ തന്നെ 2 മുത്തുമണികളെ പോലത്തെ നേഴ്സുമാരാണ്. അവിടെയുള്ള എല്ലാ നേഴ്സുമാരും നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്. പുന്നാടുള്ള ഗീതേച്ചി, അതുപോലെ നമ്മളെ നാട്ടിലുള്ള ധന്യേച്ചി, അവർ പോയപാട് പാറക്കുട്ടീനെ കാണാൻ പാറക്കുട്ടീൻ്റെ വലിയേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റക്കാന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒപ്പം ഓടിയെത്തിയ, എൻ്റെ അമ്മേനെ പോലെ ഓടിയെത്തിയ ചന്ദ്രേച്ചി, പിന്നെ പാറക്കുട്ടീനെ കാണാൻ അവളെ കുഞ്ഞേച്ചി വന്നിന് കേട്ടോ, കാർത്തു. അപ്പോൾ ഓളും വന്നിട്ടുണ്ട്. എനിക്ക് ജ്യൂസെല്ലാം വാങ്ങിക്കൂടെ തന്നു. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൂടെ ആരെല്ലാം ഉണ്ടാവും നമുക്ക് മനസ്സിലാവുക. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ, നമ്മൾ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ സങ്കടങ്ങളിൽ പങ്കെടുക്കാൻ ആരൊക്കെ ഉണ്ടാവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില ഘട്ടങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഏട്ടനടി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലേനു. അപ്പോൾ പൈസയും കൊണ്ട് വലിയേട്ടൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ അസർഫക്ക, അതുപോലെ ദീപേച്ചി, അങ്ങനെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി നമ്മൾ മക്കളെ കൂട്ടാൻ വേണ്ടി എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് കേട്ടോ. പാറക്കുട്ടി ഉറങ്ങിപ്പോയി. അമ്പാടിക്ക് നമ്മളെ കാണാഞ്ഞിട്ട് ഒരുപാട് വിഷമമുണ്ടെന്നുണ്ട്. അമ്മ വിളിച്ചുകൊണ്ട് നിൽക്കലുണ്ട്. ഞാൻ സമാധാനപ്പെടുത്തിയാൾ നിർത്തിയാണ്. അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്താനായി. വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള അത്യാവശ്യം കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ വീട് കാക്കയങ്ങാടാണ്. അങ്ങനെ വീട്ടിലെത്തി പിള്ളേർക്ക് സന്തോഷമില്ലായി. കുട്ടികളെല്ലാം കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉള്ളപ്പുറമുള്ള സമയം ചിലവാക്കി അമ്മയോടെല്ലാം സംസാരിച്ച് നമ്മൾ മടങ്ങി കേട്ടോ. വരുന്ന വഴി ഏട്ടൻ കണ്ണനെ ഡ്രൈവിങ് പഠിപ്പിക്കലാണ്. ആളില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വെച്ചിട്ട് ഇടയ്ക്കിങ്ങനെ അങ്ങനെ ഡ്രൈവിങ് പഠിപ്പിക്കലുണ്ട്. ഇടയ്ക്കിടെ ഇങ്ങനെ മുന്നിലിരുത്തി നമ്മൾ ആളില്ലാത്ത സ്ഥലങ്ങളിൽ തിരക്കൊക്കെ ഒഴിഞ്ഞ റോഡിലൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ ഡ്രൈവിങ് ചെയ്യിപ്പിക്കാറുണ്ട് കുട്ടികളെ. അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പഠിക്കാൻ. അച്ഛൻ ഓടിക്കുന്ന പോലെ തന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോവാട്ടോ. വീട്ടിലോട്ട് പോവുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ.